നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത ഷൈനിയും കുഞ്ഞുങ്ങളും, ഇപ്പോൾ ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്ന അഡ്വക്കേറ്റ് ജിസ്മോളും മക്കളും, ഇവരൊക്കെയും ജ്ഞാനായ സഭാംഗങ്ങളായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ വിവാദ ചർച്ചാ വിഷയം. എന്തുകൊണ്ടാണ് ജ്ഞാനായ സഭാ വിഭാഗങ്ങളിലുള്ള ആളുകൾക്കിടയിലെ ആത്മഹത്യാ പ്രവണത കൂടുന്നു? അല്ലെങ്കിൽ അവിടെ ഉള്ള സ്ത്രീകൾ എന്തുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്യുന്നതിനായിട്ട് തുനിഞ്ഞിറങ്ങുന്നുവെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ്. ജ്ഞാനായ സഭ വിഭാഗങ്ങളെ എടുത്തു നോക്കിയാൽ സാമ്പത്തികമായിട്ട് വളരെയധികം അടിച്ചുറപ്പുള്ള ഒരു കൂട്ടർ തന്നെയായിരുന്നു. സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ഈ ആളുകൾക്കിടയിലെ ആഡംബരങ്ങളാണോ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുന്നത്? ഈ സാമ്പത്തിക തകർച്ചയല്ലേ ഇത്തരം ആളുകളെ കുടുംബമായിട്ട് ആത്മഹത്യയ്ക്ക് വഴിതെളിക്കുന്നത്? തന്നെയുമല്ല, സ്ത്രീകൾക്ക് ഇതുമൂലമുണ്ടാകുന്ന മാനസിക അവസ്ഥ തരണം ചെയ്യാത്തത് മൂലം കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജ്ഞാനായ സഭ അംഗങ്ങളെ തന്നെ പലതരത്തിൽ അവരുടെ ഫംഗ്ഷനുകൾ എടുത്തു നോക്കി കൂടിയ ഒരു വിഭാഗം തന്നെയാണ് ഇവർ. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ഷൈനിയും കുഞ്ഞുങ്ങളും സാമ്പത്തികമായിട്ട് വളരെയധികം മെച്ചപ്പെട്ടൊരു കുടുംബത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് പറയുമ്പോഴും അവിടെ കുടുംബശ്രീ ലോൺ എന്നുള്ളത് ചർച്ചാ വിഷയം തന്നെയാണ്. കുടുംബശ്രീ ലോൺ എടുത്തതിൻ്റെ പേരിൽ ഷൈനിക്ക് വളരെയധികം മാനസിക പീഡകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. കുടുംബശ്രീ ലോൺ തിരിച്ചടയ്ക്കാനാവാതെ കുടുംബശ്രീ ലോൺ എടുത്തത് തന്നെ നോബിയുടെ പിതാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെയും സാമ്പത്തികമായിട്ട് വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഇവരുടെയൊക്കെ കുടുംബങ്ങളുടെ ഉള്ളറയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാവുന്നതാണ്. അഡ്വക്കേറ്റ് ജിസ്മോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായ വ്യക്തിയായിരുന്നു. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും ബോൾഡായിട്ടുള്ള, മറ്റുള്ളവരുമായിട്ട് വളരെയധികം സഹകരിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ അവിടെയും ഒരു സാമ്പത്തിക ബാധ്യതയുടെ ഒരു ഉറവിടമില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭർത്താവും ജോലി ചെയ്യുന്നു, എന്നിരുന്നാൽ പോലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല പൊതുവിൽ നോക്കിയാൽ എന്ന് പറയുന്നതിനിടയിൽ അവരുടെ കുടുംബത്തിൻ്റെ ഉള്ളറകളിലേക്ക് എത്തി നോക്കിയാൽ ഒരുപക്ഷെ സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതാണ്. മിക്കവാറും ജ്ഞാനായ സഭാ അംഗങ്ങളുടെ പല പരിപാടികളിലും ആർഭാടകരമായിട്ടുള്ള ഇവരുടെ ആഘോഷങ്ങളാണ് കാണാൻ സാധിക്കുക. ചില ആളുകളുമായിട്ട് സംസാരിക്കാൻ ഇടയായപ്പോൾ അവർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഈ വരവിനേക്കാൾ കൂടുതലായിട്ട് ഇവർ ചെലവഴിക്കുന്നത്? ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ എടുത്തു നോക്കിയാൽ അവർക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയാണ് വിവാഹം നടക്കുന്നത്. പക്ഷേ അത് ആ കുടുംബത്തിന് താങ്ങാവുന്നതാണോ, താങ്ങാവുന്നതിനപ്പുറം എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ രണ്ട് കുടുംബങ്ങളാണ് ഒരേപോലെ, രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം അതിൽ സ്ത്രീകൾ മാത്രം ആത്മഹത്യയിലേക്ക്, സ്ത്രീകൾ തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യയിലേക്ക് വഴിതിരിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരൊക്കെ സേഫാണ്, അവരെ കുറ്റം പറയുന്നതല്ല. പക്ഷേ എന്തുകൊണ്ട് സ്ത്രീകളെ ഇത്തരം തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യയിലേക്ക് പോകണം എന്ന തീരുമാനത്തിലെത്തുന്നത്? ഒരു കുടുംബത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിലേക്ക്, ഇത്തരം ദാരുണകരമായ അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തപ്പെടുന്നു? അതും ജ്ഞാനായ സഭാ അംഗങ്ങളിലുള്ള ആളുകൾക്കിടയിലല്ലേ ഈ ആത്മഹത്യാ പ്രവണതകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്? സ്ത്രീകളാണ് ഏറിയ പങ്കും. ഒരു വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ തലയിലെത്തുന്നത് സ്ത്രീകളുടേതാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ താങ്ങാനാവാതെ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടല്ലേ സ്ത്രീകൾ ആത്മഹത്യയിലേക്ക് എത്തുന്നത്? തങ്ങളുടെ മക്കളും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ പ്രയോജനകരമില്ല, അല്ലെങ്കിൽ തങ്ങളുടെ മക്കളും ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയല്ലേ ഷൈനി തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്തത്? സമാനമായ അവസ്ഥയിലാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരോടും വളരെ നന്നായി ഇടപഴകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുമ്പോഴും, ഭർത്താവ് വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു? ഇത്തരം ദാരുണകരമായ സംഭവങ്ങളിലേക്ക് സ്ത്രീകളെ നയിക്കുന്നത് അവരുടെ മാനസിക നില വളരെ വഷളായിരിക്കുന്നു എന്നതിന് തെളിവ് തന്നെയാണ്. മൊത്തത്തിൽ സ്ത്രീകളെ നോക്കിയാൽ സ്ത്രീകളുടെ മാനസിക നില വളരെയധികം അവതാളത്തിലെത്തിയിരിക്കുകയാണ്. തങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, പരിഗണിക്കാനായിട്ട് ആരുമില്ല എന്ന് തോന്നുന്നിടത്ത് നിന്ന് തുടങ്ങുന്ന ഒരുതരം പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെയും അവർക്കുണ്ട്. മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെയെന്നല്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളെ അറിയാനായിട്ട് സാധിക്കണം. കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരല്ല സ്ത്രീകൾ. പക്ഷേ ഇത്തരത്തിൽ എത്തിക്കുന്നത് വിവാഹവും വിവാഹ ബന്ധങ്ങളുമൊക്കെയല്ലേ? വിവാഹത്തിന് ശേഷമല്ലേ ഇത്തരത്തിൽ സ്ത്രീകൾ ദാരുണകരമായ മരണത്തിലേക്ക് പിന്തള്ളപ്പെടുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മരണം ഒരിക്കലും ആത്മഹത്യ എന്നുള്ളത് തീരുമാനം എടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സ്ത്രീകളെ അത്രയും പരിഗണിക്കാൻ കഴിയണം. പുരുഷന്മാർക്ക്, അല്ലെ പുരുഷന്മാരുടെ വീട്ടുകാർക്ക് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുക തന്നെ വേണം.